കൂട്ടുകാരെ, അപ്പം നമുക്കിന്നൊരു അടിപൊളി ഫുഡ് സ്പോട്ട് കണ്ടാലോ? ഇത് കടലുണ്ടിയാണ്. ഇവിടെ ഒരു അടിപൊളി ഫുഡ് സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല മീൻ പൊള്ളിച്ചത്, അതുപോലെ നല്ല നാടൻ ഇലച്ചോറ്, ഇലസദ്യ, ചട്ടിച്ചോറ്, എല്ലാ ഐറ്റംസുകളും ഉണ്ടെന്ന് കേട്ടപ്പോൾ വന്നാണ്. എൻ്റെ അനിയന് ഇവിടെ 2-3 പ്രാവശ്യം വന്നു പോയിട്ടുണ്ട്, ഓനും ഫ്രണ്ടും കൂടിയൊക്കെ. അപ്പോൾ ഉച്ചയ്ക്ക് എന്താ ഓൻ്റെ വീട്ടിലൊരു ചെറിയ ഒത്തുകൂടലായിരുന്നു എല്ലാവരും കൂടി. അപ്പോൾ ഓൻ പറഞ്ഞ് ഉപ്പാക്കുമ്മാക്കൊന്നും ഇറച്ചി ഇതിനോടൊന്നും വലിയൊരു താല്പര്യമില്ല, നമുക്ക് എന്നാലേ ഒരു അടിപൊളി മീൻ പൊള്ളിച്ച് കിട്ടുന്ന ഫുഡ് സ്പോട്ട് ഉണ്ട്, നമുക്കൊന്ന് അങ്ങോട്ട് പോയി വെക്കാറിന് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മളിങ്ങനെ ചെറിയൊരു വീട് പോലെ ഇങ്ങനെ തോന്നുക, പക്ഷേ അന്തരീക്ഷമൊക്കെ അടിപൊളിയിട്ടോ, പുഴൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്കൊന്ന് പോയി വെക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ പോകുന്നതായിരുന്നു. ഇനി ഫുഡൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞറിയിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റാണ്. അപ്പം എന്നും ഷവായി മന്തിയൊക്കെ അല്ല, ഇന്നൊന്ന് വേറിട്ട ഐറ്റംസ് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ പോകുന്നതാണ്. അപ്പം നമുക്ക് അങ്ങനെ തന്നെ അല്ലേ, കല്യാണമായാലും 2 ചോറ്, ഒരു മന്തി, ഒരു ബിരിയാണി. ഇപ്പോൾ രാത്രിയാണെങ്കിലോ അൽഫാം, ഷവർമ, ഷവായ, ഇതൊന്നും ഒരു മോചനമില്ല. അപ്പോൾ അതൊന്നും അല്ലാത്ത ഒരു അടിപൊളി സംഭവം. ഞങ്ങളിങ്ങോട്ട് വണ്ടി സൈഡാക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കയറിയപ്പോൾ ഒക്കെ പോയി. നേരത്തെ ഞങ്ങൾ കുറച്ച് നേരം വൈകിട്ടുമുണ്ട്, എന്നാലും ഇവിടെ ആളുകളൊക്കെ ഉണ്ട്. വല്ലാതെ ഇങ്ങോട്ട് ജനശ്രദ്ധയ്ക്ക് പെടാത്തൊരു സ്ഥലമാണ്, റോഡിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചേച്ചിമാരാണ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാനെല്ലാം ഉള്ളത്. പുറത്തുനിന്ന് കണ്ടപ്പോൾ ചെറിയൊരു ഇതായിരുന്നു, പക്ഷേ ഉൾഭാഗത്തേക്ക് വന്നപ്പോൾ നല്ല സൗകര്യമൊക്കെ ഉണ്ട്. പല തരത്തിലുള്ള, ഞങ്ങൾ വന്നപ്പോക്കിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് നേരം വൈകിയിട്ടുണ്ട്, അപ്പോൾ കൂടുതൽ ഐറ്റംസുകളൊക്കെ തീർന്നിട്ടുണ്ട്. ഞങ്ങൾ വേറൊരു സ്പോട്ട് ഒരാൾ പറഞ്ഞപ്പോൾ അങ്ങോട്ട് ചാടാൻ പോവുമായിരുന്നു. പകുതി ബൈക്കിലെത്തിയപ്പോഴാണ് ഇതിനെക്കുറിച്ച് അനിയൻ പറഞ്ഞത്, ഞങ്ങൾ പോയിട്ടുണ്ട്, ഇതിനേക്കാളും നല്ലത് അതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ വീണ്ടും വണ്ടി തിരിച്ചാണ്. അപ്പോൾ ഇവിടെ വൈകിട്ടുണ്ട്. നല്ല കരിമീനുണ്ട്, അതുപോലെ പുഴയിൽ നിന്നുള്ള തിരുത, കുന്തൾ വരട്ടിയത്, കരിമീൻ, അതുപോലെ കടുകപ്പാര, തിരുത, അതെല്ലാം ലൈവാണ്. നമ്മൾ പറയുന്നതിനനുസരിച്ച് ഒരു ആ ടൈമിൽ പ്രിപ്പയർ ചെയ്ത് തരികയാണ് ചെയ്യേണ്ടത്. ഇത് ഇലസദ്യ വേണ്ടവർക്ക് അങ്ങനെ. ഞാൻ ചട്ടിച്ചോറാണ് പറഞ്ഞത്, ഞാനും നാത്തൂനും ചട്ടിച്ചോറ് പറഞ്ഞ്. ഇത് കാക്കും അനിയനും ഉമ്മയും ഉപ്പയൊക്കെ ഇലസദ്യ മതി എന്ന് പറഞ്ഞ്. നല്ല ബീഫ് വരട്ടിയതുണ്ട്, അതുപോലെ നമ്മൾ പറയണ കൊഞ്ചുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, പക്ഷെ അത് നേരത്തെ തീർന്ന്, അതിനാണ് ഇവിടെ കൂടുതൽ പേരും ഡിമാൻഡ് പറയാറുള്ളതെന്ന് പറഞ്ഞ്. അപ്പോൾ കൊഞ്ച് ഞങ്ങൾ വിചാരിച്ചു അത് കിട്ടിയില്ല, എന്നാലും നല്ല ഇതാണ് നമ്മളെ ചട്ടിച്ചോറ്. ചട്ടിച്ചോറിൽ പിന്നെ ഇലസദ്യനേക്കാളും വിഭവങ്ങളുണ്ടാവും. നല്ല അടിപൊളി മീൻ ചമ്മന്തി ഉണ്ട്, ചെമ്മീനും മാങ്ങയും കൂട്ടിയിട്ടുള്ള ചമ്മന്തി ഉണ്ട്. മുരുകറി മൊത്തത്തിൽ എല്ലാം കൂടെ ആയിട്ട് ജഗപ്പുക ജിഞ്ചിന്നാക്കി ആയിട്ടുണ്ട്. അല്ലെങ്കിലും സദ്യ നമുക്ക് ഇഷ്ടമാണ്. ചെറിയ നാത്തൂന് പിന്നെ അത് വേണ്ട, ചട്ടിച്ചോറ് വേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ കൊച്ചി പോയപ്പോൾ ചട്ടിച്ചോറ് കഴിച്ചിട്ട്, പക്ഷെ ഇതിനേക്കാളും വിഭവങ്ങളുണ്ട്, ഇനി ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ടും തീരുന്നില്ലായിരുന്നു. ഇത് പിന്നെ ഞങ്ങൾ നേരെ വൈകിയതുകൊണ്ട് ചട്ടിച്ചോറിൻ്റെയും വിഭവങ്ങൾ കുറവാണ്, പക്ഷെ എന്നാലും ഞങ്ങൾ അർമാദിച്ച് കഴിച്ചിട്ടുണ്ട്. ചുമ്മിക്ക് പിന്നെ ഇച്ചിരി ചോറ് മതി എന്ന് പറഞ്ഞ് ഉമ്മയിപ്പി അടിച്ചു പൊളിക്കണം. ഓൽക്ക് പിന്നെ ഇറച്ചീനേക്കാളൊക്കെ ഇഷ്ടം മീനാണ്. ഇവനാണ് ഈ സ്പോട്ട് പറഞ്ഞത്, ഇവനക്കും അതുപോലെ തന്നെയാണ് ചിക്കനേക്കാളൊക്കെ ഇഷ്ടം ഇതുപോലെ മീനുകളാണ്. ഇതാണ് എൻ്റെ വലിയ അനിയനാണിത്. ഓൻ പോണ തലേ ദിവസം ഞങ്ങളെല്ലാവരും കൂടി പോയതാണിത്. വന്ന് പോളും കറക്കം തന്നെയായിരുന്നു. ഇപ്രാവശ്യം കുറച്ചൊരു കറക്കത്തിന് കുറവ് വന്നിട്ടുണ്ട്. ഓൻ്റെ വീട് കുടിയിരിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിപ്പോയി. ഉമ്മക്ക് കരിമീൻ കുറച്ച് മടി, കരിമീൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മക്ക് വേറെ കടുകപ്പാര് തപ്പിയതായിരുന്നു, പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട് കടുകപ്പാര് മാറിപ്പോയി. ഉമ്മ ഒരു പീസ് എടുത്തപ്പോൾ കരിമീൻ്റെ ടേസ്റ്റ് ഉമ്മക്ക് വേഗം മനസ്സിലായി. എനിക്കിതെല്ലാതും പറഞ്ഞിട്ട് വയക്കുണ്ടാക്കുകയാണ്. അങ്ങനെ അത് മാറ്റിക്കൊടുത്തേ. അപ്പം ഞങ്ങളെല്ലാവരും കരിമീനാക്കി. നല്ല അടിപൊളി മോര്, രസം എല്ലാം ഉണ്ട്. കാക്കും നല്ല അടിച്ചു പൊളിച്ച് കഴിക്കുകയാണ്, കാരണം മൂപ്പിൽസിന് നല്ല ഇഷ്ടമാണ് സദ്യ. ഞങ്ങൾ കോഴിക്കോട് ഇവിടെയൊക്കെ പോകണമെങ്കിൽ അവിടെ ശരവണ ഭവനിൽ കയറിയിട്ടേ പോകാറുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ സദ്യ എങ്ങനെ ഉണ്ടേനി എന്നുള്ളത് ആരോടും ചോദിക്കേണ്ട. എല്ലാവരും പാത്രങ്ങളും ഈ പ്ലേറ്റിലെ മുള്ളുകളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ആരും ഒന്നും ബാക്കി വെച്ചിട്ടില്ല, എല്ലാം തുടച്ച് വടിച്ച് മിനുക്കിയിട്ടുണ്ട്. കുട്ടികളൊക്കെ പിന്നെ കരിമീൻ മതിയാക്കി. ഇത് പുഴൻ്റെ അടുത്താണ് ഈ ഒരു സംഭവം ഉള്ളത്. അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം പുഴൻ്റെ അവിടെ ചുറ്റി കറങ്ങി ഒന്ന് ലാലാല പാടിയതിന് ശേഷമാണ് പോയത്. വൈബടിച്ചിരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്.
അപ്പോൾ കടലുണ്ടി ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഈ ഭാഗത്തൊന്ന് കയറി ഇറങ്ങിയിട്ട് പൊക്കോളി എല്ലാവരും. കയറിയാൽ നഷ്ടമാവില്ല എന്തായാലും. നല്ലൊരു വൈബും ഉണ്ട്, നല്ലൊരു ടേസ്റ്റും ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ജീവിക്കേണ്ട തന്നെ ഫുഡ് കഴിക്കാനില്ലേ. രാവിലെ നീക്കുക, രാത്രി കിടക്കുമ്പോൾ രാവിലത്തെ ഫുഡ് ഏതാ, അതന്നെയല്ലേ സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് സ്പോട്ട് കമൻറ്റ്